ഹലോ ഗായ്സ്. സോ മണി ഇപ്പോൾ 8 നല്ല മഴയുണ്ട് പുറത്ത്. അപ്പൊ ഞങ്ങള് തീരുമാനിച്ചു പുറത്തിറങ്ങാന്ന്. അപ്പൊ നമ്മ പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. സോ ഞങ്ങള് നേരത്തെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, മഴയത്ത് ഇറങ്ങുക. ഞങ്ങള് ഹിൽ സ്റ്റേഷനിൽ പോവാം. മാംഗ്ലൂര്, കണ്ണൂർ, അടിയാർ കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങള് പോവാം. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കുന്നുള്ളത്. സോ എല്ലാവരും റെഡിയായി. നമുക്ക് പുറത്തിറങ്ങാനുള്ള താമസം മാത്രമേ ഉള്ളൂ. ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, ഈ പോകുന്നതിൻ്റെ ഇടയിൽ ഈ കട്ട് തിന്ന സാഹചര്യം ഈ പോകുന്ന സമയത്ത് നിനക്ക് ഇതൊക്കെ കാണാം. നമുക്ക് പോവാല്ലേ? എങ്ങോട്ട്? എന്താ കണ്ണൂരെന്താ പറഞ്ഞു? ഏത് കണ്ണൂര്? ഇവിടെ 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 നമ്മളെ പൂച്ചന്റെ കാലൊക്കെ പോയി. അതാ അപ്പുറത്തെ പൂച്ച അന്ന് കടിച്ച് സീനായി. ഇപ്പൊ മരുന്ന് കൊടുക്കുന്നുണ്ട്. പൂച്ചനൊക്കെ നോക്കുന്ന ഒരേ ഒരാൾ ഷിഫിൻ. നിന്റെ വണ്ടി ഓഫ് റോഡ് പോകൂല? അടി തട്ടേ. ഏതാ? ജൂപ്പിറ്ററിന്റെ അടി തട്ടാനാ? അത്രയും ഓഫ് റോഡ് ഒന്നുമില്ല, നമുക്കൊരു ഹില്ല് കയറാൻ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഏത് റൂമിന്റെ വണ്ടിയിൽ വെച്ചതിന് ഉള്ളിൽ കയറുന്ന എങ്ങനെ? ബിബി വെച്ചിന് താക്കോല അടിച്ചിന് റൂമിന്റെ. കൊളയാ? കൊളയാ? ഞങ്ങളെ കൊളന്നില്ലെങ്കിൽ മറ്റേത് കുളിക്കാൻ തുള്ളുന്ന മറ്റേ ആ സാധനം. കൊളം വെച്ചാൽ എന്താണ്? കുളം പറഞ്ഞാൽ എന്ത്? ഞങ്ങള് സ്വിം ചെയ്യാൻ വേണ്ടിട്ട് കുളിക്കുന്ന സ്ഥലം. നമ്മൾ കുളമല്ലല്ലോ പറഞ്ഞത്, കുളത്ത്. ഓക്കെ, നമ്മ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ആർക്കും ഒരു പിടിയില്ല. അസീബിന്റെ പ്ലാനാണ്, നമുക്കറിയില്ല എങ്ങോട്ടാ പോകേണ്ടത്. ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എത്തിക്കേണ്ട രീതിയിൽ ഞാൻ എത്തിക്കും. അത് അസീബിന്റെ വാക്കാണ്. അതത്രേ ഉള്ളൂ. അതാ പോവാനുള്ള ഒരു വണ്ടിയുണ്ട്, ഒരു ജൂപ്പിറ്റർ ഉണ്ട്, പിന്നെ എന്റെ വണ്ടി ഉണ്ട്. നമ്മള് പോവാണ്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ഏത് സമയം ഫോണിൽ മാത്രം തോണ്ടി നിൽക്കും. ഇവൻ ഏത് നേരം ഫോണിൽ മാത്രം തോണ്ടി നിൽക്കുന്ന ഒരുത്തൻ അല്ലേ? അല്ലാണ്ട് വളരെ പറയൂ. സങ്കടകരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെയാണ്? റയാനെ കാണുന്നത്. കാരണം എന്താ കാരണം? കാരണം നമ്മളെ കൂട്ടത്തിലെ മുതിർന്നവരും മറ്റേ കുറച്ച് പക്വതയുമുള്ള എന്താണ് ചോദ്യം? എന്താണ്? ഞാൻ ചോദ്യം കേട്ടില്ല. റയാനെ കുറിച്ച് റയാൻ നല്ലൊരു കുട്ടിയാണ്. അപ്പം എന്താ ജീവനെ എപ്പോഴും ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിക്കാണ്. എപ്പോഴും ക്ലാസ്സില് കേക്കണേ കേട്ടോ. അപ്പൊ കാണിച്ചു കൊടുക്ക്. ക്ലാസ് കേക്കണേ, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കണ പോലെയല്ല. ഇത് പറയാ, നമ്മളെ ഈ അമ്പ് ഒരു ബുദ്ധിമുട്ടാണ്. വീട്ടിലേക്ക് കേറാൻ പറ്റുന്നില്ല. ഓണോട് പറയണത് എന്താ പറയണം? ഈ അമ്പൊന്ന് മാറ്റി തരാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കോൺക്രീറ്റ് ഇടണം. അമ്പ് മാറ്റി തന്നു. ഇതെന്തിനാ അമ്പടെ? അമ്പില്ലെങ്കിൽ ഫുള്ള് വെള്ളം നിറയൂലേ? പുരക്ക് മൊത്തം വെള്ളം വരൂലേ? പോളാ ഇവിടെ പൈപ്പ് തയ്ച്ചുകൊണ്ടതാ കാണിച്ചത്. ഇവിടെ ഒരു പൈപ്പ്, ഡ്രെയിനേജിനുള്ള പൈപ്പ്. ഇതൊരു പൈപ്പ് ഡ്രെയിനേജ് മാത്രം. ആ പൈപ്പൊക്കെ വന്നായി പോയിന്. പൈപ്പൊക്കെ വന്നായിന്. ഐഡിയ അറിയാ പറയും. അത് നമ്മളെ എഞ്ചിനീയർ ആയ ഷെറിയില് നമുക്കൊരു പുതിയ പ്ലാൻ ഇട്ടു. അസീബ് ഒരു പ്ലാൻ പറഞ്ഞുതരും. ഇപ്പൊ പണിയൊന്നും നമുക്ക് റായടുത്ത് കോളേജ് ചോദിക്കാം. ഓക്കെ, നമുക്ക് നമ്മളെ എല്ലാം കൊണ്ടും മികച്ചതായ റയാന്റെ അടുത്ത് നമുക്കൊന്ന് പോവാം. റയാനെ പറയണം. ഓൻ ക്ലാസിന്റെ ഇതാണ്. പറ്റൂല. ആണ്. എന്നാ സീ പോയി വണ്ടി എടുക്ക്. വണ്ടി എടുക്കാം. ഞാൻ പിടിക്കാം. നമുക്ക് വണ്ടി എടുക്കാം. ഗായ്സ്, നമുക്ക് വണ്ടി എടുക്കാൻ പോവാണ്. ഗായ്സ്, ഗെറ്റ് റെഡി. അസീബിന്റെ അവഞ്ചർ ഗെറ്റ് റെഡി. വണ്ടി ഇട്. നമ്മുടെ കൂട്ടത്തിലെ ഷിഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷിഫിൻ നല്ലൊരു ഷിഫിനാണ്. ഷിഫിന്റെ അടി തട്ടാതെ എടുക്കണു. അസീബിന്റെ വണ്ടി ടോപ്പ് വണ്ടിയാണ്. ഈ നാട്ടിലത്തെ എല്ലാരും നോക്കും അസീബ് വണ്ടി പോകുമ്പോ. തട്ടൂല കാരണം വണ്ടി എടുക്കുന്ന ആരാ?
പ്രൊഫഷണൽ ഇല്ല. പ്രൊഫഷണൽ Oh man. Oh guys. ഗൈസ് ഇവിടെ ചെറുക്കുണ്ട് നമുക്ക് വേണ്ടി ചോദിക്കാം. ഹലോ സുഖല്ലേ? ഒരായി പറയാം യൂട്യൂബിലാ കൈ ഇങ്ങനെ ആക്കി. ആ എന്ത് പേര്? അബി അബിൻ. എത്രാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്. 3ാം ക്ലാസ്സിൽ. ശരി ടാറ്റ. എത്തല്ലേ? അപ്പൊ ഗൈസ് നമുക്ക് തെറിക്കാം. തെറിക്കാം. കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്യണ്ട. എന്നാ വാ എല്ലാരും കയറിയ പിന്നെ ഒരു തെറിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് കിട്ടും. ഇപ്പൊ നമുക്ക് പോവാണേ. എയ്മ കയറിയോ? ക്യാമറ എയ്മ കയറണ്ടി. ക്യാമറ ബാക്കുമ്പോ പോ. ക്യാമറ എയ്മ കയറണ്ടേ? ദിമ കയറണ ദിമേ. അപ്പൊ ഗൈസ് നമുക്ക് പോവാല്ലേ? Come on, let's go. റാന്റെ ക്ലാസ് ദിമ ഒന്ന് കേട്ടോളൂ. അതൊരു സീനാണ്. ഇപ്പൊ എന്റെ ക്ലാസ് ചെയ്യണ്ടേ? അത് ക്ലാസ് ചെയ്യാതെ നമ്മ എങ്ങനെ ഇറങ്ങും? വണ്ടിമ കേക്കാം. വണ്ടിമ ഇരുന്ന് കേൾക്കും. കേക്കൂല്ലേ? ഷിഫിന് ആകെ ഡെസ്പാണ് ഇന്ന്. ഷിഫിനെ എന്ത് പറ്റി പറയും? ഷിഫിന് എന്തോ പറ്റിക്കണ്. ഷിഫിന് എന്തോ പറ്റിക്കണ് കണ്ടോ? മുഖം കാണിക്കണില്ല. നമ്മളെ മെയിൻ പാർട്ട്ണറാണ് ഷിഫിനാണ് വീഡിയോന്റെ മെയിൻ കണ്ടന്റ് ആണ്. വണ്ടി വരുന്നുണ്ട്. കണ്ടന്റ് ആക്കിയാണ് നിങ്ങൾ എല്ലാരും പാടി തന്നെ. ഡ്രസ് ഇടാതെ നടക്കും. ഏത് വീഡിയോ നോക്കിയാലും ഷർട്ട് മാറ്റി വണ്ടി മാറ്റി കൊടുക്കും. വണ്ടി മാറ്റി കൊടുക്കും. ഓ വണ്ടി വരുന്നുണ്ട്. ഓ ഏത് വീഡിയോ ഷർട്ടും മാറ്റി വരുന്നുണ്ടല്ലോ. അതാണ് ഷിഫിന്. ആ ഗൈസ് ഒരു വണ്ടി വന്ന് സുഖം പോകുന്നുണ്ട്. ഇല്ല അയാൾ വേറെ ആർക്കും വെയിറ്റ് ചെയ്ത് ഞാൻ വെറുതെ വണ്ടി മാറ്റി. ഓ അതേനല്ലേ ഒരാള് വെയിറ്റ് ചെയ്യണ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഉള്ളിലേക്ക് ഉള്ളിൽ നിന്ന് വരുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് പോവാല്ലേ? അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാണാം. അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ? ഓക്കെ ഒരുത്തനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. സിബ പറഞ്ഞു കൊടുക്ക്. അടിച്ചോടുക്ക്. നമുക്ക് അവരെ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. കാരണം സബ്സ്ക്രൈബേഴ്സ് കണ്ടാണ് അവര് നെട്ടും. നെറ്റ് ഇല്ലെന്ന് തോന്നടാ. ഇപ്പൊ വരുന്നത് ഫസ്റ്റ് എന്റത്. സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വീണ്ടും പുറത്തൊരു വീഡിയോ എടുത്താൽ തുടങ്ങുമ്പോ ആൾക്കാരെ കൊണ്ട് സിമ നമുക്ക് വീട് മാറാം. ഇങ്ങനെ ആൾക്കാർ ഫാൻസ് ഒക്കെ വീഡിയോയില് നമുക്ക് വയ്യ. ഒരു പൂച്ച നമ്മളെ റൂമിൽ കയറണു. അതോ ഒരു പൂച്ച തവണു. ഞാൻ വണ്ടി മാറണ്ടി. അല്ല ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? നമുക്കൊരു വ്ളോഗിനാണെങ്കിൽ ഇങ്ങനെ ഒന്ന് നിന്നാ മതി. നമുക്കൊരു വ്ളോഗ് റെഡി ആയാ അത്രേ ഉള്ളൂ. നിങ്ങൾ മനസ്സ് വെച്ച് നിന്നാ മതി. ഇങ്ങനെ ഒളിഞ്ഞു നിക്കണ്ട. ഷിഫിനെ കാണുന്നില്ല. ഷിഫിനെ പോലെ നല്ല എനർജി ആയി നോക്കി. ഇന്ന് നോക്ക് ഷെറിലിനെ നോക്ക്. ഇന്ന് മെയിൻ ഷെറിലിനെ നോക്ക്. ഷെറിലിനെ നോക്ക്. നമ്മളെ മെയിൻ ആണിതാ. ഇത്ര നേരം വീഡിയോ എടുത്ത് സഹകരിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതും. താങ്ക് യു. നമുക്ക് പോവാല്ലേ? ഇനി പോവാ കുറെ. അപ്പൊ നമ്മള് പോകുന്ന സ്ഥലം ഇവൻ പറഞ്ഞുതരും. അഡ്യാർ ഹിൽസ് അവിടെ പ്രത്യേകമായിട്ട് എന്തുണ്ട്? പ്രത്യേകിച്ച് വ്യൂ പോയിന്റ് ആണ്. രണ്ട് ഫോളോവേഴ്സിന് കിട്ടിക്കണു. ഇപ്പൊ ക്യാമറ കാണിക്കില്ല. ഒരായി പറയേ. രണ്ട് ഫോളോവറിനെ കിട്ടിയിട്ടുണ്ട് അസീബിന്. ബൈ. ചെക്കന് പോയി. നമുക്ക് പോവാ. എന്താ ചങ്ങ ഇടക്കിടക്ക് വിട്. എല്ലാ ദിവസവും പഠിത്തല്ല. ഇവനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും പഠിത്തം. എപ്പോഴും പഠിക്ക. ഞങ്ങളെ കൂട്ടത്തിലെ ബിബിമോൻ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ. ഫുൾ ടൈം ക്ലാസ്സിൽ ഉറക്കുള്ള ഒരുത്തനുണ്ടെങ്കിൽ അത് ബിബി. എന്നിട്ടും മാർക്ക് വരുമ്പോ എത്ര 80-ല് 79 മാർക്ക് ഈ ചങ്ങായിക്ക് ഉണ്ടാവും. ഉറങ്ങിയാണ്ട് ഉണ്ടാവും. ഓനെ നമ്പി നമ്മള് മൂഞ്ചും. ഒന്നിച്ച് പഠിക്കുന്നവരെന്നെ പറയുന്ന അങ്ങനെ. അത് നിനക്കുണ്ട്. നിന്നെ കൊണ്ട് മാത്രമേ കൈ നിടാൻ പറ്റുന്നുള്ളൂ. യു ആർ ദ വൺ മാൻ. ഓ പിന്നെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും മാർക്ക് ഉണ്ടാവില്ല. അതങ്ങനെ ഒരുത്തൻ.
അപ്പൊ നമുക്ക് പോവാ, നമുക്ക് അവിടെ പോവാ. എത്തിയിട്ട് ബാക്കിയുള്ളത് കാണാം. ഓക്കെ ഗൈസ് ബൈ ബൈ, വീണ്ടും ഒരു ബൈ. നമ്മ ഇവിടുത്തോളം കഷ്ടപ്പെട്ട് കേറിയതിന് ഗൈസ് നമ്മ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടേക്ക് കേറിയതിനുള്ള കോണം ഇവിടെ ഉണ്ട്, കാണാനുള്ളത് മൊത്തം ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാ ക്യാമറമാൻ, കമോൺ പറയൂ. ബൈക്ക് പോവോ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നല്ല അനുഭവം. വരുന്ന വഴിക്ക് നല്ല മഴ കിട്ടി, പിന്നെ മഴയും ഹിൽ സ്റ്റേഷൻ വ്യൂയും. ചെറിയ എന്താ പറയാണ്ട് ബാംഗ്ലൂർ മൊത്തം കണ്ടുണ്ട്, മൊത്തം കണ്ടു, എല്ലാം കണ്ട്. ബാംഗ്ലൂര് മൊത്തം കാണുന്നുണ്ട്. അവിടെ ആയിട്ടാണ് നമ്മളെ റൂം വരുന്നത്. അവിടെ അവിടെ ആ എവിടെ അവിടെ എവിടെ അവിടെ കണ്ണിരാ എവിടെ കണ്ണുറങ്ങി ഞാൻ കാര്യം പറയാം. ഞാൻ വന്ന സ്പോട്ട് നല്ല സ്പോട്ട്, മാത്രം മഴ വന്നത് ഫ്ലോപ്പായി. ഇതേ സ്പോട്ട് മഴ വന്നതാണ് ഫ്ലോപ്പായത്. നമ്മ മയക്ക് ചെണ്ടിയ. പിന്നെ റയാന് പറഞ്ഞ പോലെ റയാനും മഴ ആസ്വദിച്ചില്ലേ? നാളെ കോളേജിലേക്ക് ലീവ് ചെയ്യാം. മൈക്ക് കണക്ട് ആയിട്ടില്ല, മൈക്ക് കണക്ട് ആയിട്ടില്ല. എന്താ കാണിക്കാ? എന്താ ബിബിനെ എന്താ കാണിച്ചാ? നമ്മള് ട്രിപ്പൊക്കെ പോയി വന്ന്. എന്നാലും ഒന്നുണ്ട്, ഇനി എന്ത് മഴയല്ല, ഇനി എന്ത് വന്നാലും നമ്മ പോവാൻ വിചാരിച്ച കാര്യത്തിൽ നമ്മളെ തളർത്താൻ പറ്റൂല. അതത്രേ ഉള്ളൂ. അങ്ങ് പോകുമ്പോ തുടങ്ങിയ മഴ നോക്കി, മഴ നോക്കിപ്പോ അവന്റെ അവസ്ഥ നോക്കി, ഡ്രസ്സ് നോക്ക് മൊത്തം എൻ്റെ. പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് മുമ്പേ എത്തിക്കൊണ്ട് എല്ലാം റെഡിയായി. ഈ ഓരോന്നുള്ളിലേക്ക് കയറിട്ടോ, ഒന്ന് സെറ്റാട്ടോ, എന്നിട്ട് കാണും ബാക്കിയുള്ള വീഡിയോ. കഥ പറച്ചിലൊക്കെ പിന്നെ ഡ്രസ് ചേഞ്ച് ആക്കി കയറണം, ഡ്രസ് ഇട്ടിട്ട് കയറണം. എല്ലാരും റെഡിയായി റൂമില് തിരിച്ച് കിടക്കുന്നത്. നമ്മക്കാരോട് ചോദിക്കാം എന്താണ് ഇന്നത്തെ പരിപാടി, എങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് എല്ലാരും ഒന്ന് ഒരു മിനിറ്റ് ചെല്ല മൈക്കട് എനിക്ക് വേണ്ട പറയണം നമ്മളെ എക്സ്പീരിയൻസ്, ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മഴയത്ത് ബൈക്കിൽ പോയതും 5 സ്റ്റാർ എക്സ്പീരിയൻസ്, ഒന്നും പറയാല്ല. പ്ലേസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കൊണ്ടുപോയാ ബാംഗ്ലൂർ മൊത്തം കണ്ട് ഫുൾ. ഒരു ഹിഡൻ സ്പോട്ട് അല്ലേ? ഒരു ഹിഡൻ സ്പോട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ ഫസ്റ്റ് കണ്ടുപിടിച്ചത്. കഷ്ടപ്പെട്ട് മഴയത്ത് പോയി. ഇനി മഴയല്ല, ഇനി എന്ത് വന്നാലും കാണുന്നുള്ള വാശിക്ക് നമ്മള് കേറി. അത്രേ ഉള്ളൂ. എത്ര കിലോമീറ്റർ ആണെങ്കിലും നമ്മള് നാട്ടിൽ കയറി. ലാസ്റ്റ് വീട്ടിലേക്ക് എത്തിയ അവസ്ഥ നമുക്ക് മാത്രമേ അറിയൂ. ഇവിടെ ഒരുത്തിന് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി വന്ന് ഇവിടെ എത്തിയിട്ട് മൊബൈലില് പറയണ്ടല്ലോ, മൊബൈലിൽ വേറെ എന്താ ചെയ്യാൻ, പഠിക്കുന്നു. ശരിയല്ല എന്താ പറയപ്പോ, എന്താ ഇങ്ങനെ എല്ലാരും പോവാ, അല്ലാതെ വീട്ടിലിങ്ങനെ അടിച്ച്. അതാണ് എനിക്കും പറയാനുള്ളത്. ഒരുത്തനവിടെ എത്തി കൈ ചോറിന്ന് കൈ കാണിച്ചോടുക്കേ. ഇതൊക്കെ കൈ കണ്ടില്ലേ? കൈന് കുഴപ്പങ്ങളൊന്നുമില്ല ഗായ്സ്. ഈ കൈ മൊത്തത്തിൽ പോയിട്ടുണ്ട് അവിടെ, ചളിച്ച് വേറച്ച് ചോന്നിട്ട് അങ്ങ് എത്തി. ഇങ്ങനെ ഇടക്കിടക്ക് യാത്ര പോണം. കാസർഗോഡ് ഭാഷ ഇങ്ങനെ ഉണ്ടാവും. ഇടക്കിടക്കല്ലേ, എപ്പോഴും ഇങ്ങനെ പോണം. ശരിക്കും എപ്പോഴും പോണല്ലേ? അത്രേ ഉള്ളൂ. മൈൻഡ് ഒന്ന് റീഫ്രഷ് ആക്കാം. റീഫ്രഷ് ആണ്. ഷിഫിന് എന്താ പറയാനുള്ളത്? ഫുൾ കിടില ട്രിപ്പ്. എന്താ നോക്കുന്നുള്ള? ഞാൻ ചെറുതായിട്ട് പഠനല്ലേ? കാണിക്കണോ? വേണ്ട, പ്രൈവസിയിൽ ഇടപെടുന്നില്ല. അസീബിന്റെ ലാപ്ടോപ്പ് മാത്രല്ല, അസീബിന്റെ വീഡിയോ ആണ്. അസീബ് മേടിച്ചു. നീ റയാനോട് ചോദിക്കാം. റയാനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ബിസിയാ. റയാൻ ബിസിയാണോ? എന്നാ വേണ്ട. അപ്പൊ ഗായ്സ്, ഇന്നൊരു വീഡിയോയുമായി നാളെ കാണാം. അപ്പൊ നല്ല വീഡിയോ നമുക്ക് നാളെ കാണാം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അല്ലേ? സബ്സ്ക്രൈബ് അപ്പൊ ആ സബ്സ്ക്രൈബ് മണിവെല്ല അടിച്ചു പൊട്ടിച്ചു. അത് പൊട്ടിച്ചിനു. ഓക്കെ, അപ്പൊ
ഗൈസ് ബൈ ബൈ. ഡിസ്ലൈക്ക് ഇടുക ആവശ്യമുണ്ടെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് അല്ല ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെടുമായിരിക്കുമല്ലോ. ഇല്ല പക്ഷെ ഇന്ന് 2 ഫോളോവേഴ്സ് ഇതില്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. ഫോളോവേഴ്സ് നമുക്ക് കിട്ടും പുള്ളമാര്. ഇനി നാളെ നിങ്ങളൊന്ന് ഇറങ്ങണോ? ഫാൻസ് കൂടുവോ? പുറത്തേക്ക് ഇറങ്ങിയ നാളെ രാവിലെ പേടിയാണ്. നോക്കാം, നാളെ ഇറങ്ങി നോക്കാം. തൊപ്പി ഇതൊക്കെ ഇട്ടാണ്ട് ഇറങ്ങിയാ മതി. അന്നെ മനസ്സിലായത് മാസ്ക് തൊപ്പിയൊക്കെ ഇട്ടാണ്ട്. ചെയ്യേണ്ടി വരും, മിക്കവാറും ചെയ്യേണ്ടി വരും. നാളെ വണ്ടി എടുക്കണ്ട, നടന്നു പോയിക്കോ. ആലോചിക്കാണ്ട് നീ പറഞ്ഞത്. നടന്നു പോയിക്കോ, വണ്ടി എടുക്കണ്ട. അപ്പൊ ഗൈസ് ഓക്കെ ബൈ ബൈ. ബൈ ബൈ.